അറിവിന്റെ പൊന്നോണം ഇത്തവണ CCയോടൊപ്പം ഏറ്റവും മികച്ച ഓഫറുകളുമായി CC ആപ്പ് വരുന്നു. ബജറ്റ് സ്റ്റാർട്ടിംഗ് ഓൺ സെപ്റ്റംബർ 18. ഓഫറുകൾ അറിയുവാൻ വിളിക്കൂ 8589083568. നാരീശക്തൻ വന്ദൻ 33%, 181 സീറ്റുകളാണ്. പിന്നെന്താണ്, പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ അവതരിപ്പിക്കേണ്ട ആദ്യത്തെ ബില്ല് ഏത്? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇത് എന്തിൽ നിന്നും ചോദിക്കാം. നമ്മുടെ അമെൻമെന്റ് എത്രയാണ്? ഇതൊക്കെ നമ്മുടെ കറണ്ട് അഫയേഴ്സിന്റെ ഭാഗമായിട്ടും കറണ്ട് അഫയേഴ്സ് പ്ലസ് കോൺസ്റ്റിറ്റ്യൂഷൻ ഭാഗമായിട്ട് മിക്സ് ചെയ്ത് ഇമ്പോർട്ടൻ്റ് ആക്ട്സിൽ വരുന്ന ചോദ്യങ്ങളാണ്. സാമൂതിരിമാരെ പറ്റി ജനറലിൽ നിന്ന് പഠിക്കുക, വാസ്കോഡഗാമയെ പറ്റി ഒന്ന് പഠിക്കുക, ശ്രീരംഗപട്ടണം സന്ധി, അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതൊക്കെ ഏത് വർഷങ്ങളിലാണ് നടന്നത്, അല്ലെങ്കിൽ പഴശ്ശി വിപ്ലവൻ, പ്രധാനപ്പെട്ട സംഭവങ്ങളുടെ വർഷങ്ങൾ, അങ്ങനെ കൺസോൾഡേറ്റ് ചെയ്ത്, അല്ലാതെ ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് മാത്രമേ ഈ ഭാഗത്തുനിന്ന് വരുന്നുള്ളൂ. അപ്പോൾ എല്ലാം കൂടെ പഠിച്ച് നോക്കാനുള്ള സമയവുമില്ല. എന്നാൽ ഇവിടെ നിന്നും ആവർത്തിച്ച് വരുന്ന ക്വസ്റ്റ്യൻസ് പഠിച്ചു പോകുന്നതായിരിക്കാം മേ ബി എളുപ്പം. നമ്മുടെ പല ക്വസ്റ്റ്യൻസും വരുന്നത് പല ഭാഗത്തു നിന്നാണ്. എക്കണോമിക്സ് ചോദിച്ചിട്ടുണ്ട്, സ്കീംസ് ചോദിച്ചിട്ടുണ്ട്. എക്കണോമിക്സിൽ നിന്നൊക്കെ പഠിക്കേണ്ടത് നിങ്ങൾ ഇത്രയും കാര്യങ്ങളെങ്കിലും മിനിമം പഠിച്ചു വെക്കുക. പിന്നെ നീതി ആയോഗ് അതിൻ്റെ റേറ്റ്സുകൾ, പിന്നെ ഓരോ പ്രാവശ്യത്തും കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ ഭാഗത്ത് നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ പഠിച്ചിട്ട് പോകുക. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ. ഞാൻ ആശാ വിനീഷ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് എക്സാം. ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് എക്സാമിന് നമുക്കൊരു പ്രത്യേകതയുണ്ട്. സിലബസ് അങ്ങനെ ഇല്ല അല്ലേ? അപ്പോൾ സിലബസ് ഇല്ലെങ്കിലും നമ്മൾ പഠിക്കേണ്ടത് എന്തൊക്കെയാണ് GKയിൽ, അതൊരു കൺഫ്യൂഷനുള്ള ആൾക്കാരാണ് മിക്കവരും ഉള്ളത്. ഇന്ന് നമുക്ക് GKയുടെ പോർഷൻ്റെ ഭാഗമായിട്ട് വരുന്ന കറണ്ട് അഫയേഴ്സ്, കേരള റിനൈൻസൻസ്, കേരളം, അതോടൊപ്പം തന്നെ കേരളത്തിൽ നിന്ന് ജോഗ്രഫി ചോദിക്കാറുണ്ട്, എക്കണോമിക്സിൽ നിന്ന് വരാറുണ്ട്. ഇങ്ങനെയുള്ള ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് കവർ ചെയ്താലോ? അപ്പോൾ എല്ലാവർക്കും കോമ്പറ്റീറ്റീവ് ക്രാക്കറിൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്? ഏതൊക്കെയാണ്? ദ ലോക്സഭ പാസ് ദ വുമൻസ് റിസർവേഷൻ ബിൽ ഓൺ 20th September 2023, പാസ്ഡ് ബൈ ദ രാജ്യസഭ ഓൺ 22nd September 2023, signed by the president on 25th September 2023, none of these. ഇതിലേതാണ് ഇത് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ആദ്യം സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യനിലേക്ക് എത്തും. പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? സ്റ്റേറ്റ്മെന്റിനകത്ത് എന്താണ് ചോദിച്ചത്, ഇറ്റ്സ് റൈറ്റ് ഓർ റോങ് എന്നുള്ള ഒരു കാര്യം ഉണ്ടോ എന്ന് കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുക. ഇവിടെ ചോദിച്ചിരിക്കുന്നത് റൈറ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്കറിയാം ഇതിനകത്ത് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്, ദ ലോക്സഭ പാസ് ദ വുമൻസ് റിസർവേഷൻ ബിൽ ഓൺ 20th September 2023. കറക്റ്റാണോ ഈ സ്റ്റേറ്റ്മെന്റ്? കറക്റ്റാണ്. ഓക്കെ, നമുക്കറിയാം പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ ചേർന്ന ആദ്യത്തെ ഒരു സമ്മേളനത്തിൽ അവതരിപ്പിച്ച ബില്ലാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ വനിതാ റിസർവേഷൻ, വുമൻസ് റിസർവേഷൻ ബില്ല് എന്ന് പറയുന്നത് അല്ലേ? അപ്പം നമ്മുടെ വുമൻസ് റിസർവേഷൻ ബില്ല് എന്നാണ് പുതിയ ലോക്സഭ, നമ്മൾ പുതിയ പാർലമെന്റ് മന്ദിരത്തിലെത്തിയപ്പോൾ അവിടെ അവതരിപ്പിച്ച ബില്ലാണ് അല്ലേ? അപ്പൊ ഇതിന്റെ അമെൻമെന്റ് നോക്കിക്കേ, എത്രാമത്തെയാണ്? 128. നമ്പർ പറഞ്ഞു മറവരുത്. 128ാമത്തെ അമെൻമെന്റ് ബില്ലാണിത് അല്ലെ? 128. നമ്പർ മറന്നു പോകരുത്. 128ാമത്തതാണ്. നാരി ശക്തൻ വന്ദൻ എന്ന പേരിലാണ് അല്ലെ ഇത് അവതരിപ്പിക്കപ്പെട്ടത്. എന്താണ്? നാരി ശക്തി വന്ദൻ അല്ലെ എന്ന പേരിലാണ് ഈ ബില്ല് അവതരിപ്പിക്കപ്പെട്ടത്. എന്താണ് ഈ ബില്ലിലെ കണ്ടന്റ്? 33%, 33% റിസർവേഷൻ കൊണ്ടുവരുന്ന ബില്ലാണിത് അല്ലെ? എവിടെയൊക്കെയാണ്? ലോക്സഭയില് അല്ലെ? ലോക്സഭയിൽ ഈ ബില്ലിന് എന്ത് കൊണ്ടുവരും? 33% വനിതാ പ്രാധാന്യം കൊണ്ടുവരുന്ന ഒരു പ്രാതിനിധ്യം കൊണ്ടുവരുന്നു. അപ്പൊ ഈ 33% എന്ന് പറയുമ്പം നമുക്കറിയാം എത്ര സീറ്റുകളിലായിരിക്കും കിട്ടുന്നത്? 181 സീറ്റുകൾ. എത്രയാണ്? 181 സീറ്റുകളാണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ സഭയിലെ നമുക്ക് വനിതകൾക്ക് കിട്ടുന്നത്. മറന്നുപോയത് 33% ആണ് ഇത്. ഇനിയും രാജ്യസഭയിലോ അല്ലെങ്കിൽ സംസ്ഥാന ലെജിസ്ലേറ്റീവ് കൗൺസിലിലോ ഇത് ബാധകമാണോ? അല്ല അല്ലെ? രാജ്യസഭയിലോ സംസ്ഥാന ലെജിസ്ലേറ്റീവ് കൗൺസിലോ ഈ ബില്ല് ബാധകമല്ല. അപ്പൊ അത്രയും പോയിന്റ്സ് നമ്മൾ നോക്കണം. ഇനി നമുക്കിവിടെ എന്തുകൊണ്ടാണ് പാസ്സാകുന്നത് തെറ്റിപ്പോയത്? പാസ്സാക്കിയത് റിസർവേഷൻ ബില്ല് പാസ്ഡ് ബൈ ദ വുമൻസ് എന്ന് പറഞ്ഞത് എന്തിലാണ്? ശരിയാണ്, ലോക്സഭയിൽ. അതായത് ലോക്സഭയിൽ ആദ്യം ഇത് പ്രസന്റ് ചെയ്തത് ഇതിന് തൊട്ട് മുമ്പിലുള്ള ഡേറ്റിൽ 19th September ഇത് പ്രസന്റ് ചെയ്തു
മനസ്സിലായോ? 19th സെപ്റ്റംബറിൽ ഇത് പ്രസന്റ് ചെയ്തു, 20-ാം തീയതി ലോക്സഭയിൽ ഇത് പാസ്സാക്കപ്പെട്ടു. ഇനിയും അടുത്തപ്പോൾ തെറ്റിയത് രാജ്യസഭയിലാണ്. രാജ്യസഭയിൽ എന്നാണ് 20-ാം തീയതി ഇവിടെ അവിടെ കിട്ടിയെങ്കിൽ അടുത്ത 21-നാണ് രാജ്യസഭ. അടുത്തത് ഇവിടെ 22 എന്നാണ് എഴുതിയിരിക്കുന്നത്, ഇവിടെ 21-നാണ് രാജ്യസഭ ഇത് പാസ്സാക്കിയിട്ടത്. അടുത്തത് കൃത്യമായി അത് എന്താണ് പ്രസിഡന്റ് ഒപ്പുവെച്ചു. പ്രസിഡന്റ് ഒപ്പുവെച്ചത് എന്നാണ് 7 ദിവസം കഴിയുമ്പോൾ 21+7 28-ാം തീയതി ആയിരുന്നു ഇവിടെ ഇത് പ്രസിഡന്റ് ഒപ്പുവെച്ചത്. മനസ്സിലായോ? ഒന്നുമില്ല മക്കളെ, ഇത്രയും പഠിച്ചാൽ മതി. സെപ്റ്റംബർ 19, അടുത്തത് സെപ്റ്റംബർ 20, അത് കഴിഞ്ഞ് 21, അടുപ്പിച്ച 3 ഡേറ്റ് കിട്ടി. ഇനി അത് കഴിഞ്ഞ് ഒരു 7 ദിവസം കൂടെ കഴിഞ്ഞപ്പോഴാണ് സെപ്റ്റംബർ 28-ാം തീയതിയാണ് പ്രസിഡന്റ് ഇത് സൈൻ ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർക്കുക. നാരീശക്തൻ വന്ദൻ 33%, 181 സീറ്റുകളാണ്. പിന്നെന്താണ്, പുതിയ പാർലമെന്റ് ബന്ധത്തിൽ അവതരിപ്പിക്കേണ്ട ആദ്യത്തെ ബില്ല് ഏത്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇത് എന്തിൽ നിന്നും ചോദിക്കാം. നമ്മുടെ അമെൻമെന്റ് എത്രയാണ്, ഇതൊക്കെ നമ്മുടെ കറണ്ട് അഫയേഴ്സിന്റെ ഭാഗമായിട്ടും കറണ്ട് അഫയേഴ്സ് പ്ലസ് കോൺസ്റ്റിറ്റ്യൂഷൻ ഭാഗമായിട്ട് മിക്സ് ചെയ്ത് ഇമ്പോർട്ടൻ്റ് ആക്ട്സിൽ വരുന്ന ചോദ്യങ്ങളാണ് അല്ലെ. അപ്പൊ ഈ ഭാഗത്ത് പഠിക്കുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെയാണോ പുതുതായിട്ട് വരുന്ന ബില്ലുകൾ, കാരണം ഇത് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാം ആണ്, അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രധാനപ്പെട്ട ഏതൊക്കെ ബില്ലുകൾ വരുന്നുണ്ട് ആ ബില്ലുകളെ പറ്റി നിങ്ങൾക്ക് ധാരണയുണ്ടാവണം, അമെൻമെന്റ്സിനെ പറ്റി ധാരണയുണ്ടാവണം. അല്ല എങ്കിൽ പദ്ധതികൾ ഇവിടെ തന്നെ നമുക്ക് ക്ലബ് ചെയ്ത് ചിലപ്പോൾ പദ്ധതികൾ നിങ്ങൾക്ക് പഠിച്ചു പോകാവുന്നതേ ഉള്ളൂ. കേന്ദ്ര ഗവൺമെന്റ് പദ്ധതികളും നിങ്ങളോട് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഇപ്പൊ PSCയിലായാലും ഒക്കെ ഒരു ട്രെൻഡിങ് കാര്യങ്ങളാണ് ഈ ഒരു പാർട്ട് എന്ന് പറയുന്നത്. എന്താണ്? നോക്കൂ, ഹിരോഷിമ AI പ്രോസസ് ദാറ്റ് വാസ് റീസെന്റ് സീൻ ഇൻ ന്യൂസ് ഇൻ ദ ഇനിഷ്യേറ്റീവ് ഓഫ് എന്താണ് ഇത് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഭാഗമായിട്ട് വരുന്നതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അവിടെ തന്നെയും ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഈ പറയുന്ന സയൻസിന്റെ ഭാഗത്തിൽ നമ്മുടെ AI റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ പ്രാധാന്യം കൊടുക്കണം. ഇവിടെ 2 രീതിയിൽ ഇത് പഠിക്കാം. ഇവിടെ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്, G7 ഗ്രൂപ്പിങ്ങിന്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന ഹിരോഷിമ AI വരുന്നത് അല്ലെ. അതായത് നിങ്ങൾ 2 പോയിന്റ്സ് പഠിക്കണം. ഒന്ന്, വെന്യൂസ് പഠിക്കണം. ഇവിടെ മേ ബി ചോദിക്കാവുന്നത് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞ് നിങ്ങളുടെ ടോപ്പിക്കിൽ ഉള്ളതാണ്. ശരിക്കും ഞാനിത് ക്വസ്റ്റ്യൻസിനെ അനലൈസ് ചെയ്യുമ്പോൾ കണ്ടുപിടിച്ച ഭാഗമാണ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ്. ഓക്കെ, ഈ ഓർഗനൈസേഷൻസിനെ ബേസ് ചെയ്തിട്ടുള്ള നമ്മുടെ, അതായത് എന്താ, G7 എവിടെ നടക്കുന്നു, G20 എവിടെ നടക്കുന്നു, നാറ്റോ എവിടെ നടക്കുന്നു, ബ്രിക്സ് എവിടെ നടക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ലോ, അത് പഠിച്ചു വെക്കുക. ഇവിടെ ആ ക്വസ്റ്റ്യൻ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഈ ഹിരോഷിമ എന്നുള്ള വേർഡ് ഈ G70 ഈ ഒരു ക്വസ്റ്റ്യന് നിങ്ങൾക്ക് ഓപ്ഷൻ വെച്ച് കണ്ടെത്താൻ തന്നെ എളുപ്പമായിരുന്നു. കാരണം G7 മീറ്റിംഗ് നടന്ന സ്ഥലമാണ്. മനസ്സിലായോ? G7 മീറ്റിംഗ് നടന്നു. G7 മീറ്റിംഗ് എന്ന് നടന്നതാണ്? 2023 നടന്ന വെന്യൂ ആണ് ഈ പറയുന്ന എന്തെന്ന് പറയുന്നത്, ഹിരോഷിമ എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെ പഠിക്കണം? 23 നടന്നെങ്കിൽ 24 അപ്പൊ ആ മീറ്റിംഗ് നടന്നത് എവിടെ വെച്ചിട്ടാണ്? 24 ആ മീറ്റിംഗ് നടന്നത് ഇറ്റലിയിൽ വെച്ചിട്ടാണ്. ഇറ്റലിയാണ് കൺട്രി. ഓക്കെ, അടുത്ത 25 കാനഡയാണ് കൺട്രി എന്ന് പറയുന്നത്. കാനഡയാണ്, മറന്നു പോകേണ്ട. G7 അവിടെ നിന്ന് തന്നെ നമുക്ക് ഇതിനെ ഗ്രൂപ്പ് ചെയ്ത് മാറ്റാൻ പറ്റുമായിരുന്നു ഓപ്ഷൻസ്. 23 നമ്മുടെ ഹിരോഷിമ AI നടന്നത്. അപ്പൊ എന്താണ് ഹിരോഷിമ AI എന്ന് പറയുന്നത്? ഹിരോഷിമ AI വേറെ ഒന്നുമില്ല, അതായത് നമ്മുടെ നിർമ്മിത ബുദ്ധി AI ബേസ് ചെയ്തിട്ട് ജനാധിപത്യ ബേസ്ഡ് ആയിട്ട് ജനാധിപത്യ മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് തന്നെ അതിനെ യൂസ് ചെയ്യുക. അവിടെ അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത്? അവിടെ കുറച്ചുകൂടെ ട്രാൻസ്പെറൻസി കൊണ്ടുവരിക. അതോടൊപ്പം തന്നെ അവിടെ സെക്യൂരിറ്റി പ്രോബ്ലംസ്, ഇപ്പോൾ ഓരോ രാജ്യങ്ങൾ എടുക്കുന്ന സെക്യൂരിറ്റി ഇതിന് ഫേസ് ചെയ്യുമ്പോൾ ജനറേറ്റീവ് AIയുടെ കേസിലൊക്കെ വരുമ്പോൾ നമ്മുടെ ഓരോ രാജ്യങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ വ്യത്യസ്തമാണ്. അതിനെയെല്ലാം കൂടെ കൺസോളിഡേറ്റ് ചെയ്ത് ഒരു പൊതു തീരുമാനമാക്കി ജനറേറ്റീവ് AI പോലുള്ള കാര്യങ്ങളെ നമുക്ക് എന്തിൽ കൊണ്ടുവരിക, ഒരേ രീതിയിൽ ഒരു സ്ട്രക്ചറിൽ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ഈ ഹിരോഷിമ AI പ്രോസസ്സിൽ ഉൾപ്പെടുത്തിയത്. അപ്പം ഈ കീവേഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ ഒന്ന് പരീക്ഷയ്ക്ക് നോക്കുക. അടുത്തത് ഞാൻ ഈ ക്വസ്റ്റ്യനിൽ നിന്ന്, ഞാനിപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് പഠിപ്പിക്കുകയല്ല, ഇതിൻ്റെ പാറ്റേൺ എന്താണെന്ന് കൃത്യമായി നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. ഇതൊരു ട്രെൻഡിങ് വേർഡ് തന്നെയാണ്, ട്രെൻഡിങ് പോർഷൻ തന്നെയാണ്.
ആ ഒരു AI ബേസ്ഡ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ പുതിയ പുതിയ സയൻസുമായിട്ട് കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഭയങ്കരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്നുണ്ട്. സോ കോൺസെൻട്രേറ്റ് ചെയ്യുക ഇവിടെ സയൻസ് ആൻഡ് ടെക്നോളജിയിലെ ഈ ഒരു പോർഷനിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ, വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ. The first, which among the following is the first travelogue account in മലയാളം? അല്ലെ, യാത്രാ വിവരണവുമായൊക്കെ ബന്ധപ്പെട്ട് മലയാളത്തിന്റെ ഭാഗത്തിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ എന്താണ് ഈ ഒരു ഭാഗം പഠിക്കണോ എന്നൊക്കെ ഉദ്യോഗാർത്ഥി ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ പഠിക്കാൻ നിങ്ങൾക്ക് സമയമില്ല. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കോളേജുകൾ, പ്രധാനപ്പെട്ട അതായത് കോൺട്രിബ്യൂഷൻ കേരള നവോത്ഥാനത്തിന്റെ ഭാഗമായിട്ട് വരുന്ന, അല്ലെങ്കിൽ കേരളത്തിലെ നവോത്ഥാനം അല്ല കേരള ചരിത്രത്തിന്റെ ഭാഗമായിട്ട് വരുന്ന തൊട്ടുള്ള കോൺട്രിബ്യൂഷനിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ചോദിക്കാറുള്ളത്. മനസ്സിലായി? അത് ഇതേപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫോളോയിങ് ദ ഫസ്റ്റ് ട്രാവലോഗ് അക്കൗണ്ട് ഇൻ മലയാളം എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പം ഇത് നമുക്ക് അതോടൊപ്പം തന്നെ നിങ്ങൾ അവിടെ ക്വസ്റ്റ്യൻസ് പഠിക്കുമ്പം നമ്മൾ ഈ പ്രധാനപ്പെട്ട ഒന്നോ രണ്ടോ പ്രാവശ്യങ്ങളൊക്കെ ആ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ എല്ലാം നോക്കാനായിട്ട് സമയം ഉണ്ടാവില്ല. സാമൂതിരിമാരെ പറ്റി ജനറലിൽ നിന്ന് പഠിക്കുക, വാസ്കോഡ ഗാമയെ പറ്റി ഒന്ന് പഠിക്കുക, ശ്രീരംഗപട്ടണം സന്ധി, അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതൊക്കെ ഏത് വർഷങ്ങളിലാണ് നടന്നത്, അല്ലെങ്കിൽ പഴശ്ശി വിപ്ലവൻ, പ്രധാനപ്പെട്ട സംഭവങ്ങളുടെ വർഷങ്ങൾ, അങ്ങനെ കൺസോൾഡേറ്റ് ചെയ്ത്, അല്ലാതെ ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് മാത്രമേ ഈ ഭാഗത്തുനിന്ന് വരുന്നുള്ളൂ. അപ്പോൾ എല്ലാം കൂടെ പഠിച്ച് നോക്കാനുള്ള സമയവുമില്ല. എന്നാൽ ഇവിടെ നിന്നും ആവർത്തിച്ച് വരുന്ന ക്വസ്റ്റ്യൻസ് പഠിച്ചു പോകുന്നതായിരിക്കാം മേ ബി എളുപ്പം. നേരത്തെ ചരിത്രം പഠിച്ചവർക്ക് കുഴപ്പമുണ്ടാവില്ല. അതല്ലാത്തവർ ചില സമയങ്ങളിൽ സംഘകാലത്തിൻ്റെ ഒരു പുസ്തകത്തിൻ്റെ പേര് ചോദിച്ചിട്ടുണ്ട്, എന്തിനായിരുന്നു എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം എനിക്ക് പറഞ്ഞു തരാൻ പറ്റത്തില്ല. അതായത് നിങ്ങൾ ഇത്രയും തിരുവിതാംകൂർ, ശരിക്കും നമ്മൾ പറയും തിരുവിതാംകൂർ ചരിത്രം അല്ലെങ്കിൽ ഇതെല്ലാം പഠിക്കാനുള്ള സമയം ഇനി നമ്മുടെ കയ്യിൽ ഈ 30-60 ദിവസത്തിന് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ക്വസ്റ്റ്യനിൽ കൂടെ ഈ പോർഷൻ പഠിക്കുക എന്നുള്ളതായിരിക്കും നല്ലത് എന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ ഞാൻ പറയാൻ വരുന്നത് വർത്തമാന പുസ്തകം എന്ന് പറയുന്ന ഫസ്റ്റ് ട്രാവലോഗ് അക്കൗണ്ടിന് മലയാളം എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ എന്താണ് വർത്തമാന പുസ്തകമാണ് അല്ലേ. വർത്തമാന പുസ്തകം റോമായാത്ര എന്ന് പറയുന്ന, അല്ലെങ്കിൽ മറ്റൊരു പേരാണ് അതിൻ്റെ റോമായാത്ര എന്ന് പറഞ്ഞ, ആരാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്? ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് ആരാണ്? പാറമേക്കൽ അല്ലെ. പാറമേക്കൽ തോമാ കത്തനാറാണ്. പാറമേക്കൽ തോമാ കത്തനാർ എഴുതിയതാണ്. തോമാ കത്തനാർ എഴുതിയ പുസ്തകമാണിത് അല്ലേ. തോമാ കത്തനാറിന്റെ പുസ്തകമാണ് ഇതെന്ന് പറയുന്നത്. അപ്പം ഇത് വളരെ അതിൻ്റെ അതായത് ആ ഒരു പീരീഡ് എന്ന് പറയുന്നത് 1736 തൊട്ട് 99 വരെ, 1736 to 1799 പീരീഡിനിടയ്ക്കുള്ള ഒരു ബുക്കാണ് ഇത് പറയുന്നത്. ഈ ബുക്ക് പിന്നീട് റീപബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട്. അതെന്ന് പറയുന്നത് 1936 ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്, 1936 മനസ്സിലാവോ, ഓർക്കേ. എന്നാൽ പ്രിന്റഡ് ഫോർമാറ്റിൽ വന്ന ആദ്യത്തെ ബുക്ക് എന്ന് പറയുന്നത് യെരുസലേം യാത്രകൾ എന്ന് പറയുന്ന നമ്മുടെ പരുമല തിരുമേനി എഴുതിയ ബുക്കാണ്. പരുമല തിരുമേനി എഴുതിയ യെരുസലേം യാത്രകളാണ് എന്ന് പറയുന്നത്. യെരുസലേം യാത്രകളാണ്, യാത്രാവിവരണമാണ് പ്രിന്റഡ് ഫോർമാറ്റിൽ വരുന്ന ആദ്യത്തെ ബുക്ക് എന്ന് പറയുന്നത്. അപ്പം മറന്നു പോരുത്, വർത്തമാന പുസ്തകം എന്ന് പറയുന്നത് ഫസ്റ്റ് ട്രാവലോഗാണ്. അത് ആരാണ്? പാറമേക്കൽ തോമാ കത്തനാർ എഴുതിയതാണ്. അത് 1936 അത് വീണ്ടും പബ്ലിഷ് ചെയ്യുകയുണ്ടായി. ഈ 1736 to 1799 ആ ഒരു പീരീഡിലൊക്കെ ഉള്ളതാണ് ആ ബുക്ക് എന്ന് പറയുന്നത്. ഇനിയും റോമായാത്ര എഴുതിയത് പരുമല തിരുമേനിയാണ്. പരുമല തിരുമേനിയുടെ ആ ബുക്ക് യെരുസലേം യാത്രകൾ എന്നുള്ളതാണ് പ്രിന്റഡ് ഫോർമാറ്റിൽ വന്ന ബുക്ക് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നടക്കാം. ഹു വാസ് ദ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ഓൾ മലബാർ കർഷക സംഘം? ഒരുപാട് കേട്ടിട്ടുണ്ടോ ഈ ക്വസ്റ്റ്യൻസ്? കേട്ടിട്ടുണ്ടാവില്ല. അപ്പൊ ഈ പുസ്തകത്തിന്റെ പേരെന്താണ്? ഓൾ മലബാർ കർഷക സംഘം എന്നാണ്. ഓൾ മലബാർ കർഷക സംഘം. ആ സംഘടനയ്ക്ക് ഒരു പേര് പറയുന്നുണ്ട്, ഓൾ മലബാർ കർഷക സംഘം അല്ലെ. ഫസ്റ്റ് പ്രസിഡന്റ് എന്ന് പറയുന്നത് ഓൾ മലബാർ, AMKS, ഓൾ മലബാർ. ഇത് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഓൾ മലബാർ കർഷക സംഘം എന്ന് പറയുന്നത് നമ്മുടെ PSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമ്മൾ അധികം കണ്ടിട്ടില്ലാത്ത ക്വസ്റ്റ്യൻ ആണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ PSCയിലെ ക്വസ്റ്റ്യൻസിന് ഈ പാറ്റേൺ, അതായത് ഈ കേരള ചരിത്രത്തിനൊക്കെ നിങ്ങൾക്ക് റിസോഴ്സായിട്ട് അവിടെ നോക്കാവുന്നതാണ്. ഡിഗ്രി തലത്തിലെ ക്വസ്റ്റ്യൻസ് നോക്കാം, അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ്. പിന്നെ PSC ബുള്ളറ്റിനിലെ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ആ ഭാഗത്തെ ക്വസ്റ്റ്യൻസ് PSC ബുള്ളറ്റിനിലൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് സ്റ്റേറ്റ്മെൻറ്റ് ബേസ് ക്വസ്റ്റ്യൻസും 1 വേർഡും വരാറുണ്ട്. ഇംഗ്ലീഷിൽ തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ലഭ്യമാകും. ചില PSC ബുള്ളറ്റിൻ ഇംഗ്ലീഷിലായിരിക്കും.
ഓക്കെ, ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇവിടെ ഈ സംഘടനയെ പറ്റി പറയുമ്പോൾ എന്താണ്, 1938 മെയ് മാസത്തിൽ ഫോം ചെയ്ത സംഘടനയാണിത്. 1938 മെയ് മാസത്തിൽ ഫോം ചെയ്ത സംഘടനയാണ്. അതിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് ആര്, ഫസ്റ്റ് പ്രസിഡന്റ് ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പി നാരായണൻ നായരാണ്. ഇപ്പോൾ ഒരു സംഘടന ഓർഗനൈസേഷൻ പഠിക്കുമ്പോൾ എന്തൊക്കെ പഠിക്കണം? ആ ഓർഗനൈസേഷൻ ഇതിന് വായിച്ചാൽ തന്നെ മറ്റും കർഷക സംഘമാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ, കർഷകർ സംഘമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ സംഘടനയ്ക്ക് ഒരു പ്രസിഡന്റ് ഉണ്ടെങ്കിൽ പഠിക്കുക, സംഘടനയ്ക്ക് ഒരു പ്രസിഡന്റ് സെക്രട്ടറി ഉണ്ടെങ്കിൽ പഠിക്കുക. അപ്പം നമുക്ക് ഇവിടുത്തെ നാരായൺ വാസൽ പ്രസിഡന്റ് ആരായിരുന്നു, അതിന്റെ സെക്രട്ടറി എന്നൂടെ പഠിക്കാം. ആരാണ്? KA കേരളീയൻ. KA കേരളീയൻ. KA കേരളീയനാണ് ഇതിൻ്റെ ആരായിട്ട് വരുന്നത്, ഇതിൻ്റെ സെക്രട്ടറി ആയിട്ട് വരുന്നത്. അപ്പം നോക്കൂ, ഇതിൻ്റെ ഫസ്റ്റ് പ്രസിഡന്റ് പഠിക്കണം, ഫസ്റ്റ് സെക്രട്ടറി പഠിക്കണം, പിന്നെ ഫോം ചെയ്ത ഇയർ പഠിക്കണം. ഇനി എന്താണ്, ഇത് ഈ സംഘടന എവിടെ നിന്ന് പ്രവർത്തിക്കുന്നു? ശരിക്കും ഈ സംഘടന പ്രവർത്തിക്കുന്നത് കോഴിക്കോട് ബേസ് ചെയ്തിട്ടാണ്. കോഴിക്കോട് ബേസ് ചെയ്തിട്ടാണ്. പിന്നീട് ഈ സംഘടന എന്ന് പറയുന്നത് കല്യാശ്ശേരിയിലേക്ക് മാറുകയുണ്ടായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഓഫീസ് ബേസ് കല്യാശ്ശേരിയിലോട്ട് മാറുകയുണ്ടായി. അപ്പം നിങ്ങൾ ഒരു സംഘടനകൾ, ഏതൊക്കെ സംഘടനകൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ PSC ഈ ഒരു ഫോർമാറ്റിൽ പഠിക്കണം. ഇപ്പം SNDP നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. SNDP, NSS, പിന്നെ നവോത്ഥാന നായകന്മാരുമായി ബന്ധപ്പെട്ട അവരുടെ സംഘടനകളെല്ലാം നോക്കിയിട്ട് പോവുക. സമത്വ സമാജം അല്ലേ, വേലിക്കുട്ടി അരിയൻ സ്ഥാപിച്ച സംഘടനകൾ, അല്ലെങ്കിൽ പണ്ഡിറ്റ് കറുപ്പനൊക്കെ പറയുമ്പോൾ കുറേ സംഘടനകൾ ഉണ്ടാകും. ഇനി സംഘടനകൾ പഠിക്കുമ്പം എന്തൊക്കെയാണ് പഠിക്കുന്നത്? ഇപ്പം SNDP ആണെങ്കിൽ അതിൻ്റെ ഇയർ പഠിക്കണം, എവിടെയാണ് ഫസ്റ്റ് ഹെഡ് ക്വാർട്ടേഴ്സ് പഠിക്കണം, ഇനിയും അതിൻ്റെ പ്രസിഡന്റ് പഠിക്കണം, സെക്രട്ടറി പഠിക്കണം. പിന്നെ അതിനെന്തെങ്കിലും മാഗസിൻസ് ഉണ്ടോ? ഇപ്പം ആത്മവിദ്യാകാഹളം എന്നൊക്കെ പറഞ്ഞതൊക്കെ എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത്. SNDP ബേസ് ചെയ്ത് പറയുമ്പോൾ യോഗനാഥം, വിവേകോദയം, NSSനെ ബേസ് ചെയ്യുമ്പം സർവീസസ്, ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പം അത് ചിലപ്പം ഒരു മാച്ച് ദ ഫോളോയിങ് ആയിട്ടും ചോദിക്കാം. സംഘടനകൾ എടുത്തു വെച്ച് തിരിച്ചു പഠിക്കുമ്പോൾ കുറച്ചും കൂടെ എളുപ്പമായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. ഈ സംഘടനകൾ ഫോം ചെയ്ത വർഷം, ഈ സംഘടനകളുടെ പ്രധാനപ്പെട്ട വ്യക്തികൾ, അവരുടെ കോൺട്രിബ്യൂഷൻ, ഇങ്ങനെ പഠിച്ചു പോകുന്നതായിരിക്കും നല്ലത്. അതിനോടൊപ്പം തന്നെ ഇതുപോലെ തന്നെ ഇപ്പം ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലുതായിട്ട് ആരും എഴുതാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കത്തില്ല, അറിയാവുന്നവർ മാത്രമേ എഴുതത്തുള്ളൂ. ഇങ്ങനെയുള്ള സംഘടനകളും ഇവിടെ ഉൾപ്പെടുത്തണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ദ റോയൽ പ്രൊക്ലമേഷൻ റിലേറ്റഡ് ടു ചാന്നാർ അജിറ്റേഷൻ വാസ് ഇഷ്യൂഡ് ഓൺ വിച്ച് ഡേറ്റ് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പം നിങ്ങളൊന്ന് മനസ്സിലാക്കണം, നമ്മുടെ കേരളത്തിൽ നിന്നും ഉള്ള പ്രധാനപ്പെട്ട സമരങ്ങളും നിങ്ങളൊന്ന് പഠിച്ചു വെക്കണം. ഇവിടെ ചാന്നാർ ലഹളയാണ് പറയുന്നത് അല്ലെ, ചാന്നാർ ലഹള. ഇനിയും പഠിക്കുമ്പോൾ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ടത്? ചാന്നാർ ലഹള ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അവിടെ പങ്കെടുത്ത നവോത്ഥാന നായകൻ വൈകുണ്ഠസ്വാമികളാണ്. എന്തിനു വേണ്ടിയായിരുന്നു ചാന്നാർ ലഹള? അപ്പർ ക്ലോത്ത് സമരമാണ് ചാന്നാർ ലഹള എന്ന് പറയുന്നത് അല്ലെ. തിരുവനന്തപുരത്തിനടുത്ത് നടന്ന സമരങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു സമരമാണ്, നമ്മുടെ തെക്കോട്ട് നടന്ന സമരങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ചാന്നാർ സമരം എന്ന് പറയുന്നത് അല്ലെ. അപ്പം അതുമായി ബന്ധപ്പെട്ട ഏത് രാജാവാണ് ഒരു ഉത്തരവ് പ്രൊക്ലമേഷൻ നടത്തിയത്? ഉത്രം തിരുനാൾ മഹാരാജാവാണ്. ഇനിയും നടന്ന വർഷം പഠിക്കണം. വർഷം മാത്രമാണോ ചോദിച്ചേക്കുന്നത്? ഇവിടെ നോക്കൂ, 59 ഓപ്ഷൻ ഇട്ടപ്പോൾ അങ്ങനെയാണ് കൊടുത്തത്. 59 ഇതിന്റെ റോയൽ പ്രൊക്ലമേഷൻ വരുന്നത്. ജൂലൈ 26 ഡേറ്റ് വെച്ച് തന്നെ നിങ്ങൾ പഠിക്കുക. ഓക്കെ, പ്രധാനപ്പെട്ട സമരങ്ങളെന്ന് ഞാൻ പറയുമ്പം ഏതൊക്കെ സമരങ്ങളാണ്? കല്ലുമാല സമരം, അയ്യങ്കാളിയുമായും ഒക്കെ ബന്ധപ്പെട്ട കല്ലുമാല സമരം, അല്ലെങ്കിൽ മലബാർ ലഹള, വാഗൺ ട്രാജഡി, പിന്നെ നമ്മുടെ ക്ഷേത്രപ്രവേശന വിളംബരം, ഗുരുവായൂർ സത്യാഗ്രഹം, ആറ്റിങ്ങൽ, അങ്ങനെ ആ ഓർഡർ ആദ്യമായിട്ടുള്ള ആറ്റിങ്ങൽ വിപ്ലവം, പഴശ്ശി വിപ്ലവങ്ങൾ, ഇങ്ങനെ ഓർഡറിൽ തന്നെ ഒരു 10-20ഓളം സംഭവങ്ങൾ കേരളത്തിൽ നടന്നിട്ടുണ്ട്. അത് നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് ഒരു മാർക്ക് ഉറപ്പുവരുത്താം. പഠിക്കുമ്പം സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് കിട്ടണമെങ്കിൽ നിങ്ങൾ ഡേറ്റ കറക്റ്റായിട്ട് തന്നെ പഠിച്ചു പോവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദ ഫസ്റ്റ് കോളേജ് ഇൻ കേരള വാസ് ഫൗണ്ടഡ് ബൈ. മനസ്സിലായോ? ഇതെന്താ ഞാൻ പറഞ്ഞ ആദ്യത്തെ ടോപ്പിക്കിൽ നിന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ നിങ്ങളുടെ PYQവിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ എന്താണ് പ്രത്യേകത ചോദിച്ചത്? നോക്കൂ, കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുന്നതോടൊപ്പം തന്നെ ഇപ്പോൾ HSI പോലുള്ള എക്സാംസിൻ്റെ ഒക്കെ പ്രത്യേക പോർഷൻ ആയിരുന്നു വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട, ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അവിടെ ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. ഇത് ചർച്ച് മിഷൻ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടതാണ്.
ചർച്ച് മിഷൻ സൊസൈറ്റിയുടെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻസ് പഠിക്കുക. മിഷൻ സൊസൈറ്റികൾ അത് SCERTയുടെ ഭാഗമായി വരുന്ന ഭാഗമാണ്. അതുകൊണ്ട് തന്നെ എന്തൊക്കെയാണ് ബേസിൽ ചർച്ച് മിഷൻ്റെ കോൺട്രിബ്യൂഷൻ, ഇവാഞ്ചലിക്കൽ ചർച്ച് മിഷൻ്റെ കോൺട്രിബ്യൂഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായി അവിടെ പ്രസ് എവിടെയാണ് രൂപീകരിക്കുന്നത്, എന്താണ് അവിടെ ഇറങ്ങിയ പുസ്തകം എന്താ, അതൊരു കോളം വൈസ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ എളുപ്പമായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ദ ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സ്കീം വാസ് ഇനിഷ്യേറ്റഡ് ഡ്യൂറിങ്. ഇത് നമ്മൾ എന്താണ്, ഏത് 5 ഇയർ പ്ലാന് നീതി ആയോഗ്, ഇതൊക്കെ ഹോട്ട് ടോപ്പിക് തന്നെയാണ്. 5 ഇയർ പ്ലാന്, നീതി ആയോഗ് തുടങ്ങിയത്. അപ്പം നോക്കിയേ, ഇത് ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സ്കീം വാസ് ഇനിഷ്യേറ്റഡ്. ഇത് നമുക്കറിയാം, ഇൻ്റഗ്രേറ്റഡ് ICDS അല്ലേ, ICDS ഏത് വർഷം വരുന്നതാണ്, ഏത് പ്ലാനിൽ വരുന്നതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് പ്ലാനിലാണ് ICDS വരുന്നത്? 5th പ്ലാനിലാണ്. എന്താണ് പഞ്ചവത്സര പദ്ധതി? നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യത്തിന് ശേഷം ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ 5 വർഷമായിട്ട് ഇങ്ങനെ തരം തിരിച്ചിട്ട് ഓരോ പദ്ധതി കൊണ്ടുവന്നു അല്ലേ, ഓരോ പദ്ധതി കൊണ്ടുവന്നു. പ്ലാനിംഗ് കമ്മീഷനാണ് അതിൻ്റെ പ്ലാൻസ് പറയുന്നത്. അപ്പം ഓരോ പദ്ധതിക്കും ഓരോ പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. അവിടെ ഫോക്കസ് ഏരിയാസ് ഉണ്ടായിരുന്നു. അതിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഇത് SCERT NCERT പാഠഭാഗത്തിൻ്റെ പോർഷൻസ് ആണ്. സോ ഡെഫിനറ്റ്ലി കവർ ചെയ്യേണ്ട ഒരു പോർഷനാണ് ഈ പറയുന്ന 5 ഇയർ പ്ലാൻ. അപ്പം പലരും പറയാറുണ്ട് 5 ഇയർ പ്ലാൻ ഒക്കെ പഠിക്കുമ്പോൾ ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടാണെന്നുള്ളത്. 5 ഇയർ പ്ലാൻ ഒക്കെ പഠിക്കുമ്പോൾ നമുക്ക് ഓർത്തിരിക്കുകയൊന്നും വേണ്ട, ചില കോഡുകളിലൂടെ ഒക്കെ പഠിക്കാം. അപ്പോൾ നമുക്ക് ഇവിടുത്തെ 5th 5 ഇയർ പ്ലാനെ ബേസ് ചെയ്തൊരു കോഡ് പറഞ്ഞാലോ? കോഡ് ഇത്രമേ ഉള്ളൂ, പോസ്റ്റ്മാൻ എന്ന് ഓർക്കുക. പോസ്റ്റ്മാൻ എന്താണ്? പോസ്റ്റ്മാൻ. ഓക്കെ, 5 ഇയർ പ്ലാനെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, ഇനി എന്താണ് പോസ്റ്റ്മാൻ? പോസ്റ്റ്മാൻ ചില അക്ഷരങ്ങൾക്കാണ് ഞാൻ കൊടുത്തേക്കുന്നത്. P എന്ന് പറയുന്നതായിരിക്കും അതിൻ്റെ ഏറ്റവും 5 ഇയർ പ്ലാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട 5 ഇയർ പ്ലാനിലെ 5ാമത്തെ പ്ലാനിൽ എന്തായിരുന്നു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ പോവർട്ടി ഇറാഡിക്കേഷൻ ആയിരുന്നു പ്രധാനപ്പെട്ടത് അല്ലേ. പോവർട്ടി ഇറാഡിക്കേഷൻ ആയിരുന്നു പ്രധാനപ്പെട്ടത്. അടുത്തത് എസ് എന്താ സ്റ്റാൻഡ് ചെയ്യുന്നത്? സ്റ്റാൻഡ് ചെയ്യുന്നത് സെൽഫ് റിലയൻസ് ആണ് സ്റ്റാൻഡ് ചെയ്യുന്നത്. ഓക്കെ, മറന്നു പോകരുത്. പോവർട്ടി ഇറാഡിക്കേഷൻ ഉണ്ട്, സെൽഫ് റിലയൻസ് ഉണ്ട്. പിന്നെ അടുത്തത് T ആണ്. T എന്ന് പറയുന്നത് 20 പോയിന്റ് പ്രോഗ്രാം ആണ്. 20 ദിന കർമ്മ പരിപാടികൾ എന്ന് പറയും. 20 പോയിന്റ് പ്രോഗ്രാംസ് ആണ്. അടുത്തത് എന്താണ്? M ആണ്. എന്താണ് M? മിനിമം നീഡ് പ്രോഗ്രാംസ്. അപ്പൊ എന്തൊക്കെയാണുള്ളത്? പോസ്റ്റ് എന്ന് പറയുന്നത് മിനിമം നീഡ് ഉണ്ട്. പിന്നെ എന്താണ്? 20. അടുത്ത T സ്റ്റാൻഡ്സ് ഫോർ 20 ഉണ്ട്. P എന്താണ്? പോവർട്ടി ഇറാഡിക്കേഷൻ ഉണ്ട്. അടുത്ത എന്താണ്? സെൽഫ് റിലയൻസ് ഉണ്ട്. അപ്പം ഇതൊക്കെ ഇതിനകത്ത് പ്രധാനമായും വരുന്നതാണ്. പോസ്റ്റ്മാൻ എന്നുള്ളൊരു കോഡ് 5മായി പഠിക്കുക. 6മായി ബന്ധപ്പെട്ടതാണെങ്കിലോ 6 പോസ്റ്റ്മാൻ എന്താ കൊണ്ടിരുന്നത്? മെയിലാണ് കൊണ്ടിരുന്നത്. പോസ്റ്റ്മാൻ എന്ത് കൊണ്ടുവന്നു? മെയിൽ കൊണ്ടുവന്നു. അടുത്തത് 6മായി ബന്ധപ്പെട്ട് നിങ്ങൾ മെയിൽ ബേസ് ചെയ്ത് പറയാൻ പറ്റും. മെയിൽ ബേസ് ചെയ്ത് എങ്ങനെയാ പറയുന്നത്? മാനേജ്മെന്റ് ഉണ്ട്. അടുത്ത എന്തുണ്ട്? അഗ്രികൾച്ചർ ഉണ്ട്. അടുത്ത എന്തുണ്ട്? ഇൻഡസ്ട്രി പ്രൊഡക്ഷൻ ഉണ്ട്. അടുത്തത് എന്തുണ്ട്? ലോക്കൽ ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് ഉണ്ട്. മാനേജ്മെന്റ് ഉണ്ട്, അഗ്രികൾച്ചർ ഉണ്ട്, ഇൻഡസ്ട്രി ബേസ്ഡ് പ്രോഗ്രാംസ് ഉണ്ട്, ലോക്കൽ ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് ഉണ്ട്. ഇങ്ങനെ നിങ്ങൾക്ക് കോഡിലൂടെ പഠിക്കാവുന്നതേ ഉള്ളൂ. അല്ലാതെ നമുക്ക് പ്രോഗ്രാംസ് കൃത്യമായി അറിയാമെങ്കിൽ ഒരു കുഴപ്പവുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് കോഡിലൂടെയൊക്കെ ഇത് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നോക്കുക, നമ്മുടെ പല ക്വസ്റ്റ്യൻസും വരുന്നത് പല ഭാഗത്തു നിന്നാണ്. എക്കണോമിക്സ് ചോദിച്ചിട്ടുണ്ട്, സ്കീംസ് ചോദിച്ചിട്ടുണ്ട്. എക്കണോമിക്സിൽ നിന്നൊക്കെ പഠിക്കേണ്ടത് നിങ്ങൾ ഇത്രയും കാര്യങ്ങളെങ്കിലും മിനിമം പഠിച്ചു വെക്കുക. പിന്നെ നീതി ആയോഗ് അതിൻ്റെ റേറ്റ്സുകൾ, പിന്നെ ഓരോ പ്രാവശ്യവും കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ ഭാഗത്ത് നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ പഠിച്ചിട്ട് പോകുക. ടീം കോമ്പറ്റിറ്റീവ് ക്രാക്കർ ഒക്ടോബറിൽ നടത്തുന്ന നമ്മുടെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് 60 ദിവസത്തെ നല്ല അടിപൊളി ക്ലാസ്സുകളാണ് കൊണ്ടുവരുന്നത്. ഈ ക്ലാസ്സിൽ ഞങ്ങൾ കൊടുക്കുന്ന പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എപ്പോഴും ഇംഗ്ലീഷിനെ ഭയത്തോടു കൂടിയാണ് ഈ എക്സാമിൽ കാണുന്നത് എങ്കിൽ ഇംഗ്ലീഷ് കറക്റ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ അവിടെ റൈറ്റിംഗ് സ്കിൽ ഇമ്പ്രൂവ് ചെയ്യും. അതോടൊപ്പം തന്നെ ഇംഗ്ലീഷ് ഗ്രാമർ നിങ്ങളെ പഠിപ്പിച്ചു തരും. നിങ്ങളുടെ റൈറ്റിംഗ് എഴുതി വെരിഫൈ ചെയ്യാനായിട്ട് ശ്രീകലാ മിസ്സിൻ്റെ നേതൃത്വത്തിൽ ഒരു ടീം തന്നെയുണ്ട്. അത് ടീം
വളരെ വളരെ ക്ലിയർ ആയി തന്നെ നിങ്ങൾക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. പിന്നെ മറ്റു ഓരോ സബ്ജക്റ്റും ഇത് മാത്രം പഠിച്ച കാര്യമല്ല, ബാക്കി ഓരോ സബ്ജക്റ്റും മാത്സ് പഠിപ്പിക്കാനും സയൻസ് പഠിപ്പിക്കാനും GK പോർഷൻസ്, അതോടൊപ്പം തന്നെ കറണ്ട് അഫയേഴ്സ്, കോൺസ്റ്റിറ്റ്യൂഷന്, അങ്ങനെ എല്ലാ പോർഷൻസും നിങ്ങൾക്ക് കൃത്യമായി നമ്മൾ ഒരു 2011 തൊട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു വെച്ച് കൃത്യമായി അനലൈസ് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. സോ മറന്നു പോകരുത്, ടീം കോമ്പറ്റിറ്റീവ് ക്രാക്കറിൻ്റെ ഓൺലൈൻ ബാച്ചുകളാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഓൺലൈൻ ബാച്ചുകളിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞങ്ങളോടൊപ്പമാകാം. വളരെ അഫോർഡബിൾ ഫീസിൽ, അതും റിസൾട്ട് ബേസ് ചെയ്യുന്നത്. എപ്പോഴും നമ്മൾ എന്തെങ്കിലും ഒന്ന് പഠിച്ചിട്ട് കാര്യമില്ല അല്ലേ, നമുക്ക് വേണ്ടത് റിസൾട്ടാണ്. വളരെ ചെറിയ പൈസയ്ക്ക് ചിലപ്പോൾ പോയി ചേരും, പക്ഷേ അതിനുകൊണ്ട് റിസൾട്ട് ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് റിസൾട്ട് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് കൊടുക്കുന്നത്. കാരണം എന്തുകൊണ്ട് ഞങ്ങൾ റിസൾട്ട് ബേസ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളുടെ കുട്ടികൾ കഴിഞ്ഞ തവണത്തത് ഇപ്പോൾ കേരള ഹൈക്കോടതിയിൽ എറണാകുളത്തെ ഓഫീസിൽ ഞങ്ങളുടെ കുട്ടികൾ വർക്ക് ചെയ്യുന്നുണ്ട്. അത് ഞങ്ങൾക്ക് ആ ഒരു റിസൾട്ടിനെ കാണിച്ച് തന്നെയാണ് ഞങ്ങൾ ഈ ടീമിനോട് പറയുന്നത്, ഇങ്ങനെയാണ് പഠിക്കേണ്ടത്, ഇത് പഠിക്കണം, ഇതിനൊരു പാറ്റേൺ ഉണ്ട്, ഈ പാറ്റേൺ മനസ്സിലാക്കി പഠിച്ചാൽ നിങ്ങൾക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഞാനും ഉണ്ടാവും നിങ്ങളോടൊപ്പം തന്നെ. മറക്കണ്ട, പഠിച്ചു തുടങ്ങാം. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പഠിച്ച് സർക്കാർ ജോലിയിലേക്ക്, ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എന്ന് പറയുന്ന വലിയ സ്വപ്നത്തിലേക്ക് നടന്നെടുക്കാം. താങ്ക് യു സോ മച്ച്.